Good evening. This is Akshaya KP. I had an All India rank of 2627 in the year 2020, and now I'm doing final year MBBS in AIMS Nagpur. Today, I'll be taking part 2 for the chapter Organism and Population. First, നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതിന്റെ സമ്മറി ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇന്നത്തെ പാർട്ടിലേക്ക് കടക്കും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത സയന്റിസ്റ്റ് രാംഡിയോ മിശ്ര, അയാളുടെ കോൺട്രിബ്യൂഷൻ. ഇനി അയാളെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? ഹി വാസ് റിവേർഡ് ആസ് ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ. അങ്ങനത്തെ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ടേംസ് ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ആൻഡ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആദ്യം നമ്മൾ പഠിച്ചത് ദ ഹോൾ ഓർഗനൈസേഷൻ, ഓരോ ലെവൽ ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷനും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം മാക്രോ മോളിക്യൂൾസ് ടു ഫൈനലി ബയോംസ് ആൻഡ് ബയോസ്ഫിയർ. ആൻഡ് അതിൽ വൺ ബൈ വൺ ഓരോ ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഡിസ്കസ് ചെയ്തു. ഓർഗാനിസം എന്താ, പോപ്പുലേഷൻ എന്താ, ആൻഡ് ഡിഫറൻസസ് എന്താ, കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, എക്കോസിസ്റ്റം അതെങ്ങനെയാണ് സെൽഫ് സഫിഷ്യന്റ് ആണ്, ആൻഡ് അതിൽ രണ്ട് കോമ്പണൻസ് അതിൽ ഏതൊക്കെയാണ് ഇൻവോൾവ്, ആൻഡ് നമ്മൾ ഡിവൈഡ് ചെയ്തു എക്കോസിസ്റ്റം നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും. ആൻഡ് നാച്ചുറലിയും ആർട്ടിഫിഷ്യലിന്റെയും ഡിഫറൻസസ് കണ്ടു. ആൻഡ് ആർക്കാണ് മാക്സിമം ഡൈവേഴ്സിറ്റി, ആർക്കാണ് മാക്സിമം പ്രൊഡക്ടിവിറ്റി, ആൻഡ് എക്സാമ്പിൾസ്, ആരാണ് സെൽഫ് സസ്റ്റൈനബിൾ, ഹ്യൂമൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ ഏതിനാണ് വേണ്ടത്, ഏതിന് വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ ഹാബിറ്റാറ്റ് എന്താന്ന് കണ്ടു ആൻഡ് നീഷ് എന്താന്ന് കണ്ടു. നീഷ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നത്, അപ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നീഷിനെ പറ്റി. ആൻഡ് നീഷ് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അത് മൾട്ടി ഡയമെൻഷണൽ ആണ്. ആൻഡ് അതിലെ കോമ്പണൻസ് സ്പേഷ്യൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ആയിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട്. ആൻഡ് ഫങ്ഷണൽ ആയിട്ട് പ്രൊഫഷൻ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ മൾട്ടി ഡയമെൻഷണൽ എന്ന് വിളിച്ചു. ഇനി വരുന്നത് പോപ്പുലേഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്, പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് കണ്ടു. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ ഏതൊക്കെ പോയിന്റ്സ് വരും, ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ് നമ്മൾ കണ്ടു. ആൻഡ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ നമ്മൾ ഏതൊക്കെയാണ് വൺ ബൈ വൺ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. ആട്രിബ്യൂട്ട്സിൽ ഫസ്റ്റ് ബർത്ത് റേറ്റ് വന്നു, പിന്നെ ഡെത്ത് റേറ്റ് വന്നു, സെക്സ് റേഷ്യോ വന്നു, ഏജ് ഡിസ്ട്രിബ്യൂഷൻ വന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റി വന്നു. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ആൻഡ് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ ഈ ചാപ്റ്ററിലെ, ഏജ് പിരമിഡ്. ആൻഡ് ഈ ഏജ് പിരമിഡ് എന്താണ് ജനറലി ഷോ ചെയ്യുന്നത്, എന്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഷോ ചെയ്യുന്നത്? നമുക്കറിയാം ഏജ് പിരമിഡ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കും. ആൻഡ് ഇൻ എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ആൻഡ് ഈ ഷേപ്പ്, ഓരോ ഏജ് പിരമിഡിന്റെയും ഷേപ്സ് കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വെദർ ഇറ്റ് ഇസ് ഗ്രോയിങ്, സ്റ്റേബിൾ ഓർ ഡിക്ലൈനിങ്. അപ്പൊ അതിന്റെ ഷേപ്പിന്റെ ഇമ്പോർട്ടൻസ് കണ്ടു. അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവിലും പ്രീ റീപ്രൊഡക്റ്റീവിലും നമ്മൾ ഡിഫറൻസസ്, ഷേപ്പിന്റെ ഡിഫറൻസസ് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ആസ് എക്സ്പാൻഡിങ്, സ്റ്റേബിൾ ഓർ ഡിക്ലൈനിങ്. അത് കഴിഞ്ഞ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താന്ന് കണ്ടു. ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സാമ്പിൾ വെച്ച് നമ്മൾ കണ്ടു. ഇനി അത് വെച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ജീവിയുടെ ഒരു പെർട്ടിക്കുലർ അതിന്റെ ഹാബിറ്റാറ്റിൽ നോക്കിയാൽ അതിന് സൈസ് എത്രമാത്രം ഉണ്ട്, അതായത് അതിന്റെ പോപ്പുലേഷന്റെ സൈസ് എത്രമാത്രം ഉണ്ട് നോക്കി നമുക്ക് പറയാൻ പറ്റും അത് ആ ഹാബിറ്റാറ്റിൽ ഏത് ഫങ്ഷണൽ റോളിലാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ സ്റ്റേറ്റസ് എന്താണ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ആൻഡ് നമുക്കറിയാം ഏതൊരു എക്കോളജിക്കൽ റീജിയനിൽ നോക്കിയാലും നമുക്കറിയാം ഓർഗാനിസംസ് തമ്മിൽ, അതായത് മറ്റ് സ്പീഷീസുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആൻഡ് ഈ കോമ്പറ്റീഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഇമ്പാക്ട് എന്താണ് നമുക്കറിയാം, അതിന്റെ പ്രഡേറ്റർ ആയിട്ടും അതിന് ഏത് ലെവലാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അത് ഏറ്റവും ബേസിക് ആയിട്ടൊരു പ്രൊഡ്യൂസർ ലെവലിലാണോ അല്ലെങ്കിൽ പ്രഡേറ്റർ ലെവലിലാണോ എന്നുള്ളതിന് ആൻഡ് അതിന്റെ നമ്പറിന്റെ ഇൻഫ്ലുവൻസും അക്കോർഡിംഗ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പോപ്പുലേഷൻ ഡെൻസിറ്റി എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി ചില പോപ്പുലേഷന്റെ സൈസ് കുഡ് ബി ആസ് ലോ ആസ് ലെസ് ദൻ 10. ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സൈബീരിയൻ ക്രെയിൻസ് അറ്റ് ഭരത്പൂർ വെറ്റ്ലാൻഡ്സ് ഇൻ എനി ഇയർ. അതായത് ഏത് വർഷവും നമ്മൾ ഭാരത്പൂർ വെറ്റ്ലാൻഡ്സിലെ സൈബീരിയൻ ക്രെയിൻസ് എടുത്താൽ അത് ആസ് ലോ ആസ് ലെസ് ദൻ 10, അപ്പൊ അത് അത്രയും കുറവിലേക്കും പോവാം. ആൻഡ് അത്രയും ഏറ്റവും താഴത്തെ ലെവലിൽ ലെസ് ദാൻ 10 അക്കോർഡിംഗ്ലി നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും മേലെ ഏത് വരെ മാക്സിമം പോവാം, they can go into million number of
ഓർഗാനിസംസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലാമൈഡോമോണസ് ഇൻ എ പോണ്ട്. ആൻഡ് ഈ നമ്പർ എന്തിനേയും കൂടെ ഡിനോട്ട് ചെയ്യുന്നതാണ് അതിന്റെ സ്റ്റേറ്റസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എൻ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എൻ വെച്ചാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ആൻഡ് NCERT പറയുന്നു അത് നെസസറിലി പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്, പോപ്പുലേഷൻ നമ്പർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്പേഴ്സിൽ തന്നെ മെഷർ ചെയ്യണം അല്ലെങ്കിൽ മെഷേർഡ് ആവണം എന്നുള്ള നിർബന്ധം ഇല്ല. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ? നമ്മൾ ടോട്ടൽ നമ്പർ തന്നെയാണ് ജനറലി നമ്മൾ അപ്രോപ്രിയേറ്റ് മെഷർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില കേസസിൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് NCERT പറഞ്ഞു ഒരു സ്ഥലത്ത് 200 ക്യാരറ്റ് ഗ്രാസ് ഉണ്ട്. ക്യാരറ്റ് ഗ്രാസ് എന്ന് വെച്ചാൽ പാർത്തീനിയം ഹിസ്ട്രോഫോറസ്. ഒരു സ്ഥലത്ത് 200 ക്യാരറ്റ് ഗ്രാസ് ഉണ്ട്. പക്ഷെ ഒരു സിംഗിൾ ഹ്യൂജ് ബാനിയൻ ട്രീ ഉണ്ട് വിത്ത് എ ലാർജ് കനോപ്പി. നമുക്കറിയാം ബാനിയൻ ട്രീ എത്ര വലുതാണ്, ആൻഡ് അതിന്റെ കനോപ്പി ഇവിടെ പ്രത്യേകം പറഞ്ഞ് വെരി ലാർജ് ആണ്. അപ്പൊ അത് അത്രയും വലുതാണ്. അപ്പോ നമ്മൾ വെറും നമ്പർ വെച്ച് മാത്രമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്പർ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആകെ ഒരു ബാനിയൻ ട്രീക്ക് ഈക്വലന്റ് ആയിട്ട് നമുക്ക് എത്ര ക്യാരറ്റ് ഗ്രാസ് ഉണ്ട്? 200 ക്യാരറ്റ് ഗ്രാസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ നമ്പർ വെച്ച് ബാനിയൻ ട്രീ നമ്പർ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമുക്കറിയാം ബാനിയൻ ട്രീ അത്രയും വലുതാണ് ആൻഡ് അതിന്റെ സൈസ് ഒക്കെ വെച്ച് നമുക്കറിയാം അതിന്റെ എത്രയോ വർഷത്തിലാണ് അത് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ആ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ റോൾ ഫങ്ഷനാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്പർ വെച്ച് നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു എനോർമസ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ ഇറ്റ്സ് കമ്മ്യൂണിറ്റി. ആൻഡ് അങ്ങനത്തെ കേസസിൽ നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ടോട്ടൽ നമ്പർ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അതിന്റെ പേരിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഏത് രണ്ട് ഓർഗാനിസംസ് തമ്മിൽ. അപ്പോ ആ കേസസിൽ നമ്മൾ കൊണ്ടുവന്നു ഒരു പുതിയ മെഷർ, അങ്ങനെയുള്ള ഒരു മീനിങ് ഫുൾ മെഷർ ഇൻ ദീസ് കേസസ്. അങ്ങനത്തെ കേസിൽ മീനിങ് ഫുൾ മെഷർ എന്താണ്? ദ പെർസെന്റ് കവർ ഓർ ബയോമാസ്. ബയോമാസ് അല്ലെങ്കിൽ പെർസെന്റ് കവർ ആണ് ഇങ്ങനത്തെ കേസിൽ. അതായത് ഫങ്ഷണൽ റോള് എനോർമസ് ആണ്, പക്ഷെ നമ്പർ ജസ്റ്റ് ഒന്നേ ഉള്ളൂ. അപ്പൊ വെറുതെ നമ്പർ വെച്ച് കൺസിഡർ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊണ്ടുവന്ന ഒരു മീനിങ് ഫുൾ മെഷർ ആയിട്ട് പെർസെന്റ് കവർ ഓർ ബയോമാസ്. ഇനി നമുക്കറിയാം ഇതേമാതിരി നമ്മുടെ ടോട്ടൽ നമ്പർ തന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കറിയാം ചില സമയത്ത് ചില പോപ്പുലേഷൻ അത്രയും ഹ്യൂജ് ആണ്, അപ്പൊ നമുക്ക് കൗണ്ടിങ് ഇസ് ഇംപോസിബിൾ അല്ലെങ്കിൽ വെരി ടൈം കൺസ്യൂമിങ്. അങ്ങനത്തെ കേസിൽ നമുക്കറിയാം അങ്ങനെ ടോട്ടൽ നമ്പർ വെച്ചൊരു പോപ്പുലേഷനെ അളക്കുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് ഇസ് നോട്ട് ഫീസിബിൾ. ഫോർ എക്സാമ്പിൾ അവർ പിന്നെയും പറയാണ്, അവർ NCERT ചോദിക്കുന്നു ഒരു ലബോറട്ടറി കൾച്ചർ ഓഫ് ബാക്ടീരിയ എടുത്തു ഒരു പെട്രി ഡിഷിൽ. നമുക്കറിയാം ബാക്ടീരിയ എത്രത്തോളം മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ്, അത് എത്രത്തോളം ചെറുതാണ്. ആൻഡ് അത് ഒരു പെട്രി ഡിഷിൽ എടുത്താലും അതിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെഷർ എന്താണ്? ആ ക്വസ്റ്റ്യന് നിങ്ങൾ തന്നെ പോയി ആൻസർ കണ്ടുപിടിക്കണം. ഏത്? ഒരു പെട്രി ഡിഷ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് NCERT തന്ന അതിന്റെ ആൻസർ തരില്ല, പക്ഷെ അത് MCQല് നമുക്ക് ഈസിലി ചോദിക്കാം. ഇനി സംടൈംസ് ഫോർ സർട്ടൻ എക്കോളജിക്കൽ investigations there is need to know the absolute population density. ചില ഇക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും എന്ത്? നമുക്ക് ആബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി ആവശ്യമുണ്ട്. അതായത് കൃത്യം എത്ര നമ്പർ ആണ് അതായത് കൃത്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു ഓർഗാനിസമിന്റെ പോപ്പുലേഷന്റെ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കാൻ നമുക്ക് എത്ര തന്നെ വേണമെന്ന് ആബ്സല്യൂട്ട്ലി നമുക്ക് നോട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ദ ലേക്ക് കണ്ടുപിടിക്കണം. ഒരു ലേക്കിലെ ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് എ സർട്ടൻ കൈൻഡ് ഓഫ് ഫിഷ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാപ്പിൽ എത്ര ഫിഷ് നമ്മുടെ നെറ്റിൽ കുടുങ്ങുന്നു എന്ന് നോക്കും. ആൻഡ് അതിനെ നമുക്ക് റിലേറ്റീവ്ലി വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ട്രാപ്പിൽ ഇത്രയും കിട്ടുമെങ്കിൽ ഓൾമോസ്റ്റ് ടോട്ടൽ ആ പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ അതിന്റെ ഇൻഫറൻസ് എന്തായി വരും? ഈ ആബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ആയാലും, റിലേറ്റീവ് ഡെൻസിറ്റി ആണ് നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തത് വെൻ വി കോട്ട് ഫിഷ് പെർ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു കൗണ്ട് കൺസിഡർ ചെയ്തപ്പോൾ നമ്പർ ഓഫ് ഫിഷ് കോട്ട് പെർ ട്രാപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ആബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി പോലെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് നമ്മുടെ പേർപ്പസ് ഈക്വലി സെർവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അപ്പൊ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് കണ്ടു, അതിന്റെ മെയിൻ പോയിന്റ്സ് കണ്ടു. ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ നമ്മൾ എങ്ങനെ വെറും ടോട്ടൽ നമ്പറിൽ മാത്രമല്ല ചിലപ്പോൾ പെർസെന്റ് കവർ അല്ലെങ്കിൽ ബയോമാസ് ആയിട്ടും നമ്മൾ മെഷർ ചെയ്യാറുണ്ട്.
ഇനി അതും അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി വെച്ചും നമുക്ക് ഒരു ഇക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് ആവശ്യം പോലെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ആദ്യം പോപ്പുലേഷനെ പഠിച്ചെന്താ പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് ആൻഡ് അതിന്റെ സബ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി കാണാൻ പോകുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ആദ്യം പഠിക്കേണ്ടതാണ് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ. എല്ലാ പാരഗ്രാഫിലും നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്. ആദ്യം പറഞ്ഞ ടേമിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ അതിന്റെ ടേം കോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ അയാളുടെ പേര്, അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ് മീൻ ചെയ്യുന്നത്? എന്താണ്? നമുക്ക് ലിറ്ററൽ മീനിങ് തന്നെ എടുത്ത് നോക്കാം. ഒരു പോപ്പുലേഷൻ എത്രത്തോളം ഗ്രോ ചെയ്യുന്നു, അതായത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ, അതായത് ആ ഇൻഡിവിജ്വൽ ആ പോപ്പുലേഷൻ എത്രത്തോളം ഏത് റേറ്റിൽ ഗ്രോ ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് in a population. Increase in the number of individuals in a population ആണ് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്കറിയാം നമ്മൾ എണ്ണി പഠിക്കേണ്ടത് ഒരു ജീവിയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് വേറെ വേറെ ഓർഗാനിസംസിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് വെച്ചാണ് ഡിപ്പെൻഡഡ് ആയിരിക്കുന്നത്. അതില് എന്തൊക്കെ വന്നു? വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ്, നമുക്കറിയാം എത്രത്തോളം ഫുഡ് അവൈലബിലിറ്റി ഉണ്ട്, എത്രത്തോളം പ്രിഡേഷൻ പ്രഷർ ഉണ്ട്, ആൻഡ് വെതർ കണ്ടീഷൻസ്, ആഡ്വേഴ്സ് വെതർ ആണോ, അതായത് ഓരോ ജീവിക്കും ഓരോ കണ്ടീഷൻസ് ആയിരിക്കും ഫേവറബിൾ, അതേപോലെ ആഡ്വേഴ്സ് കണ്ടീഷൻസും ഡിഫർ ചെയ്യും. അപ്പൊ അതിന്റെ അക്കോർഡിംഗ്ലി അതിന്റെ ഫുഡിന്റെ അവൈലബിലിറ്റി, പ്രെഡേറ്റേഴ്സ് ആയിട്ട് എത്രത്തോളം മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാവും, പ്രിഡേഷൻ പ്രഷർ എത്രയാണ്, ആൻഡ് ആഡ്വേഴ്സ് വെതർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് കണ്ടു. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സ്ഥലത്തെ പോപ്പുലേഷനിൽ എത്രത്തോളം ആൾക്കാരുണ്ട് നമ്മൾ ഏറ്റവും വേഗ്ലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? Population density changes due to the following factors. അതില് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് NCERT MCQല് ചിലപ്പോൾ ചോദിക്കാം, പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഡിപ്പെൻഡഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് അഫക്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ്, നേറ്റാലിറ്റി. നേറ്റാലിറ്റി എന്താണ് നമുക്കറിയാം, ബർത്ത് റേറ്റ്, അതായത് ഒരു ഗിവൺ പീരീഡിൽ എടുത്ത് നോക്കിയാൽ ആ പോപ്പുലേഷന് എത്ര ബേർത്ത്സ് ഉണ്ടായി. നമ്പർ ഓഫ് ബേർത്ത്സ് ഇൻ എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷനിൽ ഒരു ഓർഗാനിസമിന് എത്രത്തോളം ബർത്ത് നടന്നു. ഇനി ഫസ്റ്റ് പോയിന്റ് നമ്മൾ നേറ്റാലിറ്റി എന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ് നേറ്റാലിറ്റി, ബർത്ത് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു ഫാക്ടേഴ്സിന്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തായിരിക്കും ബർത്ത് കഴിഞ്ഞ ഉടനെ കൺസിഡർ ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡെത്ത്സ്. അത് എന്ത് വിളിച്ചു? മോർട്ടാലിറ്റി. മോർട്ടാലിറ്റിന്റെ ഡെഫിനിഷൻ, നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ടൈം പീരിയഡ്. നമ്മൾ രണ്ട് പോയിന്റ്സ് ഓൾറെഡി കൺസിഡർ ചെയ്തു. ഒരാളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ഒരു റീജിയനില് ഇനീഷ്യൽ ഒരു ഓർഗാനിസം നമ്മൾ കൺസിഡർ ചെയ്താൽ അത് 5 ഇൻ നമ്പർ ആയിരുന്നു. പക്ഷെ ഒരു ഗിവൺ ടൈം പീരീഡ്, ലെറ്റ്സ് സേ 1 ഇയർ കഴിഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റി? അതേ ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്ത് 10 ഇൻ നമ്പർ ആയി എന്ന് വിചാരിച്ചു. അപ്പോ ഇപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയെന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നേറ്റാലിറ്റി കൺസിഡർ ചെയ്തു. ഇനി സെയിം കാര്യം വേറൊരു ഓർഗാനിസമിന്റെ കൺസിഡർ ചെയ്താല്, അതായത് വേറെ ഓർഗാനിസം ആദ്യം 5 ഇൻ നമ്പർ ആയിരുന്നു, 5 ഇൻ നമ്പർ ആയിരുന്നു. നമ്മൾ 1 ഇയർ, ഫോർ എക്സാമ്പിൾ 1 ഇയർ കൺസിഡർ ചെയ്താല് 1 ഇയർ കഴിഞ്ഞപ്പോ എത്ര കണ്ടു? നമുക്ക് 3 ഇൻ നമ്പറേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഡെത്ത് റേറ്റ് ആ 1 ഇയറിൽ 2 ഡെത്ത്സ് സംഭവിച്ചു. അപ്പൊ മോർട്ടാലിറ്റി കൺസിഡർ ചെയ്തു. അപ്പോ ഈ 2 പോയിന്റ്സ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാൻ പറ്റുന്നത്
നമുക്കറിയാം ഒരു ഓർഗാനിസം എപ്പോഴും ഒരേ പോപ്പുലേഷനിൽ ജീവിക്കണം നിർബന്ധമില്ല, അതായത് ഒരേ റീജിയനിൽ ജീവിക്കണം നിർബന്ധമില്ല. ഇപ്പൊ നമ്മുടെ കേസസ് എടുത്താലും നമ്മൾ സൗകര്യം നമ്മുടെ കംഫർട്ടും ഒക്കെ അനുസരിച്ച് നമ്മുടെ ജോലി എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എവിടെയാന്നുള്ളൊരു കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഓരോ സ്ഥലം മാറി മാറി ജീവിച്ചേക്കാം. ചിലര് അബ്രോഡ് പോകും, അല്ലെങ്കിൽ ചിലര് ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെ പല ചേഞ്ചസും വരാം. അപ്പൊ അതേപോലെ തന്നെ ഓർഗാനിസംസിന് നെക്സ്റ്റ് അഫക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എമിഗ്രേഷൻ. എമിഗ്രേഷൻ ലിറ്ററൽ മീനിങ് പോലെ തന്നെ എന്ത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് വേറെ ഏതെങ്കിലും ഹാബിറ്റാറ്റിലേക്ക് ഒരു സർട്ടൻ ടൈം പീരീഡ് പോയ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ എമിഗ്രൻസ് എന്ന് വിളിക്കും. അപ്പൊ എമിഗ്രേഷൻ വെച്ചാല് number of individuals who moved to some other habitat in a certain time period. എമിഗ്രേഷൻ എന്ന് വിളിച്ചു. ഇനി നെക്സ്റ്റ് ഇതേ കേസസ് പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ ഉള്ളിലേക്കും, അതായത് ഇൻഫ്ലുവൻസ് ചിലപ്പോൾ കൂടാം ഓർഗാനിസംസിന്റെ. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഇമിഗ്രേഷൻ. എമിഗ്രേഷൻ ഓപ്പോസിറ്റ്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് കം ഇൻ ടു ദി ഹാബിറ്റാറ്റ് ഫ്രം എൽസ്വെയർ, വേറെ എവിടെന്നെങ്കിലും നമ്മുടെ ഈ ഉള്ള ഹാബിറ്റാറ്റിലേക്ക് വന്ന ആൾക്കാർ. അപ്പൊ എന്ത് പറ്റും? അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. who have come into the habitat from elsewhere, വേറെ എവിടുന്നെങ്കിലും ഈ ഹാബിറ്റാറ്റിലേക്ക് വരുന്നു. എല്ലാം നമ്മൾ ഏതിന്റെ ബേസിലേ പറയൂ? ഒരു സർട്ടൻ ടൈം പീരീഡിന്റെ കൺസിഡറേഷൻ ഉണ്ട്, ഇൻ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. അപ്പോ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്ന് കണ്ടു. ഇനി അതിന്റെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് കണ്ടു: നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ. അപ്പോ NCERT-യിലെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ഡെൻസിറ്റി ഒരു ഗിവൺ ഹാബിറ്റാറ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻ എ ഗിവൺ ടൈം പീരീഡ് നമുക്കറിയാം എന്തായാലും ഫ്ലക്ച്വേഷൻ ഡസ് ടേക്ക് പ്ലേസ്. ഈ ഫ്ലക്ച്വേഷൻ ഏതിന്റെ കാരണം ആയിരിക്കും? ഡ്യൂ ടു ചേഞ്ചസ് ഇൻ 4 ബേസിക് പ്രോസസ്സസ്. അതില് 4 ബേസിക് പ്രോസസ് എന്താന്ന് പറയുന്നു? അതില് 2 നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ കോൺട്രിബ്യൂട്ട് ടു ആൻ ഇൻക്രീസ്, ആൻഡ് ബാക്കി 2 മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ എങ്ങനെയാണ്? അത് ഡിക്രീസ് ആണ് ചെയ്യുക പോപ്പുലേഷൻ ഡെൻസിറ്റിനെ. ഇനി ഈ നേറ്റാലിറ്റി എന്താണ്? റെഫേഴ്സ് ടു നമ്പർ ഓഫ് ബേർഡ്സ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. ഒരു ഗിവൺ ടൈം പീരീഡിൽ എത്ര ബേർഡ്സ് നടന്നു, ആൻഡ് അത് എന്ത് ചെയ്തു? നമ്മുടെ പോപ്പുലേഷൻ ഇനീഷ്യൽ ഡെൻസിറ്റിയോട് ആഡഡ് ആയി റിസൾട്ട് ചെയ്തു, അതായത് ആഡ് ചെയ്തു അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഡെൻസിറ്റി. സെക്കൻഡ് പോയിന്റ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എങ്ങനെയാണ്? നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. അതെങ്ങനെയാണ്? നമ്മുടെ ഇനീഷ്യൽ ഡെൻസിറ്റിന്ന് കുറവിലേക്കാണ് കൊണ്ടുവരിക. ഇനി നെക്സ്റ്റ് പോയിന്റ് ഇമിഗ്രേഷൻ. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻ ടു ദി ഹാബിറ്റാറ്റ് ഫ്രം എൽസ്വെയർ ഡ്യൂറിങ് ദ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ. ഒരു എത്രയെങ്കിലും ഒരു ടൈം പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് നമ്പർ ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. NCERT-യിൽ ഇങ്ങനെ സെയിം സ്പീഷീസ് ഇങ്ങനെ പറയുന്ന ഡെഫിനിഷൻസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനെ എക്സാക്ട്ലി നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. സ്ലൈഡ് ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ലോജിക്കലി ശരിയാന്ന് തോന്നിയാലും ചിലപ്പോൾ സെന്റൻസ് ശരിയാവണമെന്നില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് എമിഗ്രേഷൻ എന്താ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദി പോപ്പുലേഷൻ who left the habitat and gone elsewhere during a certain time period. അതിനൊരു പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഇനീഷ്യൽ ഡെൻസിറ്റിന്ന് കൂട്ടുന്ന 2 സാധനങ്ങളാണ് നമ്മുടെ ഇമിഗ്രേഷൻ ആൻഡ് നേറ്റാലിറ്റി. അതായത് ഇനീഷ്യൽ ഡെൻസിറ്റിന്ന് കൂടും, പുറത്തുനിന്ന് ഉള്ളിലേക്ക് ആൾക്കാർ വന്നോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ആൾക്കാർ റീപ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വഴി ബർത്ത് റേറ്റ് കൂടുകയോ ചെയ്താൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. ആൻഡ് ഇതെങ്ങനെയാണ്? എമിഗ്രേഷൻ ആൻഡ് മോർട്ടാലിറ്റി ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി.
ഈ ഡയഗ്രാം അതേപോലെ തന്നെ അറിഞ്ഞിരിക്കുക. ഇനി പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്തിട്ട് ഈ സൈൻസ് മാറ്റി ചോദിക്കോ, ഈ ആരോ മാറ്റി ചോദിക്കോ ചെയ്താൽ എങ്ങനെയാ ശരി എങ്ങനെയാ തെറ്റെന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കുക. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി ഏത് ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എൻ ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ലെറ്റർ. ആൻഡ് അറ്റ് എ ടൈം ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ, ടി എന്ന് പറയുന്ന ഒരു ടൈമില് ടൈം പീരീഡ് കൺസിഡർ ചെയ്തു. ആൻഡ് ആ സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയായിരുന്നു? എൻ ആയിരുന്നു എങ്കിൽ ഡെൻസിറ്റി അറ്റ് ടൈം t+1, അതായത് എത്രയെങ്കിലും ആയിക്കോട്ടെ ഈ ടിയിൽ നിന്ന് കുറച്ചും കൂടെ ആഡഡ് ആയിട്ട് കുറച്ചും കൂടെ വലിയൊരു ടൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? n+t+1 ആണ് നമുക്കിപ്പോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽസ് ആദ്യം ടി എന്ന് പറഞ്ഞ ടൈമിൽ അവിടെ എത്ര ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായിരുന്നു അതിനോട് നമ്മൾ ആഡ് ചെയ്തു. ഏതൊക്കെ? കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആയ ബർത്തും ഇമിഗ്രേഷനും ആഡ് ചെയ്ത് നമ്മൾ ആരെ സബ്ട്രാക്ട് ചെയ്തു? ഡെത്ത് റേറ്റിനെയും എമിഗ്രൻസിനെയും നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഫൈനലി എന്ത് കിട്ടും? അറ്റ് എ ടൈം t+1 എത്രയാണ് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൺസിഡർ ചെയ്യുന്നത്. ഇതും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഈ BI-D അല്ലെങ്കിൽ ഈ ഇന്റർചേഞ്ച് ചെയ്ത് ചോദിച്ചാല് നമുക്ക് എങ്ങനെയാന്ന് അറിഞ്ഞിരിക്കണം. അതായത് D+E നമ്മൾ എന്താ ചെയ്യുന്നത്? സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. ഈ സബ്ട്രാക്ഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോ ഈ ഇക്വേഷൻ നോക്കി നമുക്ക് മനസ്സിലാവും, ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബർത്തും ഇമിഗ്രൻസും കൂടിയാൽ നാച്ചുറലി പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് എ ടൈം t+1 എങ്ങനെയായിരിക്കും? കൂടും. പക്ഷെ ഈ ഡെത്ത് റേറ്റും എമിഗ്രൻസിന്റെ നമ്പറും കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മൈനസ് ഉള്ളതുകൊണ്ട് ഇത് എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ച് ഈ സാധനം n+t+1 അത്രമാത്രം കുറയും. അപ്പോ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആരാണ്? കോൺട്രിബ്യൂട്ടിംഗ് അല്ലാത്തത് ഒപ്പോസിംഗ് ഫാക്ടേഴ്സ് ആരാന്ന് നമ്മൾ ഇതുവരെ കണ്ടു. ഇനി നോർമൽ കണ്ടീഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബർത്തും ഡെത്തും ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് നമുക്കറിയാം ഈ ഇമിഗ്രേഷനും എപ്പോഴും ഓൾ ദ ടൈം ഒരു അക്രോസ് പോപ്പുലേഷൻ നടക്കുന്ന നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സൈബീരിയൻ ക്രെയിൻസിന്റെ എക്സാമ്പിൾ എടുത്താലും അത് അതിന്റെ ഇമിഗ്രേഷൻ എപ്പോഴാണ് നടക്കുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴാണ് ട്രാവൽ ചെയ്യുന്നുള്ള ടൈം നമുക്ക് സ്പെസിഫിക് ആണ്. ഓരോ സീസണിൽ അല്ലെങ്കിൽ വെതറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ആരാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ നോർമൽ കണ്ടീഷനിൽ നമ്മൾ എന്ത് പറയണം? ബർത്തും ഡെത്തും ആണ്. കാരണം മറ്റേത് രണ്ടും കണ്ടീഷണലാണ്. ഓരോ സ്പെഷ്യൽ കണ്ടീഷൻസിൽ മാത്രമേ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമായിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ ആ നമ്പറിൽ. ഏതിന്റെ? ഇമിഗ്രേഷനും എമിഗ്രേഷനും. അപ്പോൾ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയായി? ബർത്തും ഡെത്തും. ഫോർ ഇൻസ്റ്റൻസ് ഒരു ന്യൂ ഹാബിറ്റാറ്റ്, ഈ സെന്റൻസ് ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചാണ്. ഇഫ് എ ന്യൂ ഹാബിറ്റാറ്റ് ഇസ് ജസ്റ്റ് ബീങ് കോളോണൈസ്ഡ്, അതായത് ഒരു പുതിയ ഹാബിറ്റാറ്റ് ഒരാൾ കണ്ടുപിടിച്ച് ഒരു ഓർഗാനിസം കണ്ടുപിടിച്ച് ജസ്റ്റ് അതിന്റെ കോളനി ഫോം ചെയ്യാൻ ഉദ്ദേശിച്ച് തുടങ്ങാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ ഏതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ സിഗ്നിഫിക്കന്റ്ലി അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ബർത്ത് അല്ല, ഇമിഗ്രേഷൻ ആണ്. കാരണം ഒരു പെട്ടെന്ന് കുറെ ഇമിഗ്രൻസ് വന്ന് അവിടെ ഹാബിറ്റാറ്റ് ആക്കി ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് അപ്പോ ബർത്ത് നടക്കാൻ എത്രയോ സമയം വേണം. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ ഏത് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്? ബർത്ത് റേറ്റ് അല്ല, ഏതാണ്? ഇമിഗ്രേഷൻ ആണ് മോർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് കണ്ടു, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടു, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാൽക്കുലേഷൻ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോപ്പുലേഷന്റെ ഗ്രോത്ത് മോഡൽസ്. അതായത് ഈ പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഗ്രോത്ത് നമ്മൾ എഴുതി വെച്ചു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. ആൻഡ് ഇതിനെ നമ്മൾ ഒരു റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ? ഒരു മോഡലിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ്. ആൻഡ് അഗൈൻ എല്ലാത്തിലും നമ്മൾ കാണുന്നല്ലോ എത്ര ടൈപ്സ് ഉണ്ട്? പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ് നമ്മൾ പഠിച്ചപ്പോ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തു? പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ് ഇൻക്ലൂഡ്
ഫസ്റ്റ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, സെക്കൻഡ് ലോജിസ്റ്റിക് ഗ്രോത്ത്, ഇനി എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? നമുക്കറിയാം, ഒരു പോപ്പുലേഷന് നമ്മളൊരു ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് കൊടുത്തു. അതായത് ഒരു പോപ്പുലേഷൻ ലിമിറ്റഡ് സപ്ലൈ, അൺലിമിറ്റഡ് അല്ല, എത്ര വേണമെങ്കിലും കിട്ടില്ല, ഒരു എമൗണ്ടിൽ ഇത്രേ തരും, ഇതിനപ്പുറം തരില്ല എന്നുള്ള രീതിയിൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് കൊടുത്തു. അപ്പോ ആ പോപ്പുലേഷൻ ഏത് ഗ്രോത്ത് ഫോളോ ചെയ്യും? അങ്ങനെ നമ്മൾ പഠിച്ചപ്പോ നമുക്ക് മനസ്സിലായി, വിത്ത് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പോപ്പുലേഷൻ ഫോളോ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. ഇനി അപ്പൊ ലോജിസ്റ്റിക് ഗ്രോത്ത് ഏത് കേസസിലാണ്? ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്, വെൻ ദി റിസോഴ്സസ് ആർ ഫൈനൈറ്റ്. റിസോഴ്സസ് ഫൈനൈറ്റ് ആണ് ആൻഡ് ഇറ്റ് മൈറ്റ് ബിക്കം ലിമിറ്റഡ് സൂണർ ഓർ ലേറ്റർ. അതെങ്ങനെയാ ലിമിറ്റഡ് ആവുന്നത്? കുറച്ച് കഴിയുമ്പോൾ കോമ്പറ്റീഷൻ വരും, ആൾക്കാർ കൂടും. അപ്പൊ അതെങ്ങനെയാ? ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസിൽ അവർ കമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫൈനലി അത് എക്സോസ്റ്റഡ് ആവും ആ റിസോഴ്സസ്. ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ഏത് പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽ കണ്ടു? ലോജിസ്റ്റിക് ഗ്രോത്ത് കണ്ടു. ഇനി NCERT നോക്കുമ്പോ ഫസ്റ്റ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എപ്പോഴാണ് നടക്കുന്നത്? നമുക്കറിയാം, ഒരു ഓർഗാനിസം ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ആബ്സല്യൂട്ട് നെസസിറ്റി, അതായത് ഏറ്റവും മോസ്റ്റ് എസെൻഷ്യൽ എന്താണ് റിസോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഫുഡ് ആൻഡ് സ്പേസ്, ജീവിക്കാനുള്ള സ്ഥലം ആൻഡ് കഴിക്കാനുള്ള ഫുഡ്. ആൻഡ് ഐഡിയലി ഈ റിസോഴ്സസ് ഒരു ഹാബിറ്റാറ്റിൽ അൺലിമിറ്റഡ് ആണെങ്കിൽ എത്ര മാത്രം എടുക്കാം? അൺലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ ഓരോ സ്പീഷീസിനും അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുഡ് കിട്ടാത്തതോ കമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമോ റിക്വയർമെന്റോ ഒന്നുമില്ല. അപ്പൊ each species has the ability to realize fully its innate potential to grow in number. So, Darwin, while developing his theory of natural selection, മനസ്സിലാക്കി അൺലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളൊരു റീജിയണില് അവിടെ ഓരോ ഓർഗാനിസമും മാക്സിമം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ കാണിക്കും. ആൻഡ് ഈ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള കേസസിന്റെ ഗ്രോത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ മോഡൽ എങ്ങനെയായിരിക്കും? in an exponential or geometric fashion. In a population of size n, population density എങ്ങനെ ഡിനോട്ട് ചെയ്തു? n ൽ. and the total birth rate നമ്മൾ കൺസിഡർ ചെയ്തു. ബർത്ത് റേറ്റിനെ നമ്മൾ b ആയിട്ടും ഡെത്ത് റേറ്റിനെ d ആയിട്ടും കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ n ഡ്യൂറിങ് എ ടൈം പീരിയഡ് t, എത്രമാത്രം പോപ്പുലേഷൻ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദിസ് കൺസിഡേർഡ് എമൗണ്ട് ഓഫ് ടൈം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dn by dt equals birth rate minus death rate into n. അതായത് ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നു പോപ്പുലേഷൻ സൈസ്, അത് മൾട്ടിപ്ലൈഡ് ബൈ ഡിഫറൻസ്, അതായത് എത്ര ബർത്ത്, അതിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് ഡെത്ത് മൈനസ് ചെയ്ത് നോക്കുമ്പോൾ അതാണ് നമ്മുടെ dn by dt. ഇനി ഈ b മൈനസ് ഡിനെ r ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫോമുലയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽസ് ആർ എൻ, dn by dt ഈക്വൽസ് ആർ എൻ. അത് സ്മോൾ ആർ ആണ്, ക്യാപിറ്റൽ ആർ അല്ല. അപ്പോ ഈ സാധനം അറിഞ്ഞിരിക്കാം. ഇനി അത് ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ എ എന്താണ് കാണിക്കുന്നത്? അതായത് ഈ റിസോഴ്സസ് ആർ നോട്ട് ലിമിറ്റിംഗ് ടു ഗ്രോത്ത്, അതായത് റിസോഴ്സസ് ലിമിറ്റ് ചെയ്യുന്നില്ല, അൺലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പോ ആ പ്ലോട്ട് എങ്ങനെ പോകും? എ ഏതാണ്? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്നതാണ്. ആൻഡ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നമ്മൾ ഏത് ഫോമുലയിൽ ഏത് ഇക്വേഷൻ ആണ് പഠിച്ചത്? dn by dt ഈക്വൽസ് ആർ എൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അവിടെ പോസിബിൾ ആയിട്ടുള്ളത്, ഈ ആർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ആർ എന്താണ്? b മൈനസ് d, പെർ ക്യാപിറ്റ ബർത്ത് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ്. ഇതാണ് b മൈനസ് d അല്ലെങ്കിൽ ആർ എന്നുള്ളത്. ഇനി ഈ ആറിന് നമ്മൾ ഒരു ടേം കൊടുത്തു. ആ ടേം എന്താണ്? r in this equation is called the intrinsic rate of natural increase. അതായത്
ഒരു ഓർഗനിസമിന് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനുള്ള ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ആ പോപ്പുലേഷൻ അതിന്റെ ഫേവറബിളും അൺഫേവറബിളും ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഇന്നറ്റ് പൊട്ടൻഷ്യൽ എത്രത്തോളാണ് നാച്ചുറലി ഇൻക്രീസ് ആവാൻ, അതായത് ഗ്രോ ചെയ്യാനുള്ള ആ പോപ്പുലേഷന്റെ ഗ്രോ ചെയ്യാനുള്ള ഇന്നറ്റ് പൊട്ടൻഷ്യൽ. ആൻഡ് ആ ആർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്താണ്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ചോസൺ ഫോർ അസസിങ് വാട്ട് ഇമ്പാക്ട്സ് ഓഫ് എനി ബയോട്ടിക് ഓർ എബയോട്ടിക് ഫാക്ടർ ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് നമുക്ക് ആദ്യം നമ്മൾ ഒരു സ്ഥലത്തെ എന്ത് കണ്ടുപിടിച്ചു? അതിന്റെ ഇന്നറ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് എത്രയാണ് ഒരു സർട്ടൻ ടൈം പീരീഡിൽ കണ്ടുപിടിച്ചു. അതായത് ബർത്ത് റേറ്റ് എത്രയുണ്ട്, അതിൽ നമ്മൾ ഡെത്ത് റേറ്റ് മൈനസ് ചെയ്ത് ഇൻറ്റു ഇനീഷ്യൽ പോപ്പുലേഷൻ ആ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിൽ ഇമ്പോർട്ടന്റ് അതിന്റെ ഗ്രോത്തിന് ഒരു പെർട്ടിക്കുലർ ബയോട്ടിക് കോമ്പണന്റ് അല്ലെങ്കിൽ ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിന് സൺലൈറ്റ് ഒരു എബയോട്ടിക് ഫാക്ടർ ആണ്, പക്ഷെ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. ആൻഡ് ഈ സൺലൈറ്റ് കൊടുക്കാണ്ട് നമ്മൾ ഒരു സർട്ടൻ ടൈം പീരീഡിലേക്ക് പോപ്പുലേഷൻ ചേഞ്ച് കണ്ടുപിടിക്കാൻ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലായി? ആ പോപ്പുലേഷൻ ഗ്രോത്ത് സൺലൈറ്റ് കിട്ടാണ്ട് എന്ത് ചെയ്യും? ഒബ്വിയസ്ലി മുമ്പത്തെ ടൈപ്പ് ഓഫ് ഗ്രോത്ത് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആ പെർട്ടിക്കുലർ ഫാക്ടർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇത്തരം കാര്യങ്ങൾ, അതായത് ഒരു ബയോട്ടിക്കോ എബയോട്ടിക്കോ ആയിട്ടുള്ള ഫാക്ടർ എത്രത്തോളം പോപ്പുലേഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പാക്ട് എത്രയാണ് എന്ന് അസസ് ചെയ്യാനുള്ള ഒരു സിംപ്ലിഫൈഡ് ടേം ആണ് ആർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഫാക്ച്വൽ വാല്യൂസ് അറിഞ്ഞിരിക്കുക. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വാല്യൂസ്. നോർവേ റാറ്റിന് ആർ എത്രയാണ്? 0.015. ഫ്ലവർ ബീറ്റിന് എത്രയാണ്? 0.12. 1981 ആർ വാല്യൂ ഫോർ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എത്രയാണ്? 0.0205. ഈ കാര്യങ്ങൾ MCQ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒന്നും ലോജിക് ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് വോമിറ്റ് ചെയ്ത് വെച്ചാൽ മതി ആൻസറിൽ ഏതാണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യും എന്നുള്ള കാര്യം. ഇനി ഇൻ കേസ് നമുക്ക് ഇപ്പോഴത്തെ കറന്റ് ആർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമുക്കറിയാം ആർ വാല്യൂ ഈക്വൽസ് ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. അതായത് പെർ ക്യാപിറ്റ ബർത്ത് റേറ്റ് മൈനസ് പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ് ആണ് നമ്മുടെ ആർ വാല്യൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡേറ്റ ആവശ്യമായിട്ട് വരും? നമുക്ക് ഇപ്പോഴത്തെ ബർത്ത് റേറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ ഡെത്ത് റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കറന്റ് ആർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണ്? എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺ. ഈ ജോമെട്രിക്കിനെ ഇഗ്നോർ ചെയ്യരുത്. ഇൻ കേസ് എക്സ്പോണൻഷ്യൽ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ജോമെട്രിക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണം അൺലിമിറ്റഡ് റിസോഴ്സസിന്റെ കേസിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് തന്നെയാണ്, അതിനെ തന്നെയാണ് നമ്മൾ ജോമെട്രിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിന്റെ കേർവിനെ നമ്മൾ എന്ത് വിളിച്ചു? ജെ ഷേപ്ഡ് കേർവ്. ഇനി dn/dt നമ്മൾ ഓൾറെഡി എന്ത് ആർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരുന്നു. ഇതിന്റെ ഇന്റഗ്രൽ ഫോമും ഇവിടെ കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇന്റഗ്രൽ ഫോം ഓഫ് ഗ്രോത്ത് ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ഏതേ എഴുതാൻ പാടുള്ളൂ? nt = n0 e⁻rt. ഇനി ഇതിലെ ഓരോ ടേംസും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. nt എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ എ ടൈം t. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് എ ടൈം 0, അതായത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ടൈം അത് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ 5 years അത് എത്രയായിരിക്കും? 5 ആണ് ആ ടൈം t. അപ്പൊ ആ സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ nt ആയിട്ടും ഇനിഷ്യൽ എത്ര പോപ്പുലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് n0 ആയിട്ടും കൺസിഡർ ചെയ്തു. ആൻഡ് ആർ നമുക്ക് ഓൾറെഡി അറിയാം ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ആൻഡ് ഫൈനലി ഈ എന്താണ്? ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം. ലോഗില് നമുക്ക് കാണുന്നതാണ് ഈ എന്ന് പറഞ്ഞ ടേം. അതിന്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഈ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ. സ്റ്റിൽ NCR കൊടുത്തു എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമുക്കറിയാം നമ്മളിപ്പോ ഏതാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അത് ഏത് കണ്ടീഷനിലാണ് കണ്ടത്? അണ്ടർ അൺലിമിറ്റഡ് റിസോഴ്സസ്. ഇനി നമുക്കറിയാം അൺലിമിറ്റഡ് റിസോഴ്സസ് കൊടുത്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടത്തുന്ന ഓർഗനിസം കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അതിന്റെ ഗ്രോത്തും എനോർമസ് ആയിരിക്കും. അപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ ചെറിയ ടൈമിൽ തന്നെ എങ്ങനെയാവും? അത്രയും അധികം കൂടാം. ഡാർവിൻ എന്ത് കാണിച്ചു തന്നു?
ഒരു സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ആനിമൽ, ഏത് എക്സാമ്പിൾ എലിഫന്റ് പോലത്തെ ഒരു സ്ലോ ഗ്രോയിങ് ആനിമൽ പോലും എങ്ങനെയാണ് ആബ്സെൻസ് ഓഫ് ചെക്സ്, അതായത് ഒരു അൺഫേവറബിൾ കണ്ടീഷൻസും ഇല്ല, ഒരു അൺഫേവറബിൾ കേസസും വരുന്നില്ല. പ്രഡേഷൻ പ്രഷർ കുറവാണ്, ആഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് ഇല്ല, ഇനി റിസോഴ്സ് ആണെങ്കിൽ ഫുഡ് ആൻഡ് സ്പേസ് എനോർമസ്ലി അവൈലബിൾ, ഇങ്ങനത്തെ അൺലിമിറ്റഡ് ചെക്സ് ആണെങ്കിൽ, അതായത് ആബ്സെൻസ് ഓഫ് ചെക്സ് ആണെങ്കിൽ എങ്ങനെ ഒരു സ്ലോ ഗ്രോയിങ് ആനിമൽ ആയ എലിഫന്റിന് പോലും എനോർമസ് നമ്പേഴ്സിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു പവർ നമുക്ക് ആക്ച്വലി ഒരു ചെറിയ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവില്ല. അത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരാനൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ജസ്റ്റ് ഒന്ന് വായിച്ചുവിടാം, അപ്പൊ നമുക്ക് മനസ്സിലാവും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്ന ഗ്രോത്തിനെക്കാട്ടി എത്രയോ മാഗ്നിറ്റ്യൂഡ് കൂടിയ ഗ്രോത്ത് ആണ്. അതായത് അത്രയും പെട്ടെന്നാണ് പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എക്സ്ട്രീം ഹൈ ലെവലിലേക്ക് എത്തുക. ഇനി സെക്കൻഡ് നമ്മൾ കാണാൻ പോകുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത്. ലോജിസ്റ്റിക് ഗ്രോത്ത് വരുന്ന ഏത് കണ്ടീഷനിലാണ്? നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കണ്ട കേസ് ആയ അൺലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെയാ അത് ഫീസിബിൾ അല്ല. അതായത് ഒരു പോപ്പുലേഷനും ഫോർ എവർ അങ്ങനെ അൺലിമിറ്റഡ് റിസോഴ്സസിൽ സർവൈവ് ചെയ്യില്ല. എവിടെയായാലും കുറച്ച് കോമ്പറ്റീഷനും കാര്യങ്ങളും അൺലിമിറ്റഡ് റിസോഴ്സസും എന്തായാലും അവൈലബിൾ ആവില്ല നാച്ചുറലി നോക്കുകയാണെങ്കിൽ. അപ്പോ അത് വരുമ്പോ, അങ്ങനത്തെ കേസ് വരുമ്പോ റിസോഴ്സസ് എന്താണ് കുറച്ചും കൂടി റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലായി റിസോഴ്സസ് ലിമിറ്റഡ് ആണ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഓൾവേസ് ഹാവ് അൺലിമിറ്റഡ് റിസോഴ്സസ് അറ്റ് ഇറ്റ്സ് ഡിസ്പോസൽ. ആൻഡ് അപ്പൊ എന്ത് പറ്റും? റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്തായിരിക്കും? കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഫോർ ദിസ് ലിമിറ്റഡ് റിസോഴ്സ്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ അപ്പൊ ഫുഡിന് വേണ്ടി കമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ കോമ്പറ്റീഷന് എൻഡിൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽ സർവൈവ് ചെയ്യുന്നു, അത് ഫൈനലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് അതിന്റെ പോപ്പുലേഷൻ എങ്ങനെയാവും? കൂടി വരും. ഫോർ എക്സാമ്പിൾ ഈവൻ ഹ്യൂമൻസിന്റെ കേസ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലായി കുറെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പറഞ്ഞിരുന്നു. അതായത് ഒരു ഇൻഡിപെൻഡൻസിന്റെ ടൈം പീരീഡ് തൊട്ട് നമ്മൾ ജസ്റ്റ് 2010 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോ അത്രയും എനോർമസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആയിരുന്നു. കാരണം ഫെസിലിറ്റീസും മെഡിക്കൽ ഹെൽപ്പും എല്ലാം കൂടിയതുകൊണ്ടും അവൈലബിലിറ്റി ഓഫ് നോളജ് ആൻഡ് അമ്യൂണിറ്റീസ് കൂടിയതുകൊണ്ടും എത്രമാത്രം പോപ്പുലേഷൻ കൂടിയില്ല. അങ്ങനെയുള്ളൊരു കേസസിൽ, അതായത് അങ്ങനെ അൺലിമിറ്റഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമുക്ക് ഫീസിബിൾ അല്ല. അപ്പോ ഈവൻ ദ ഗവൺമെന്റ് ഓഫ് മെനി കൺട്രീസ് എന്ത് ചെയ്തു? അതിനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കരുത്. കാരണം പിന്നെ കോമ്പറ്റീഷൻ വരും, റിസോഴ്സസ് ആർ ഓൾവേസ് ലിമിറ്റഡ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹ്യൂമൻ പോപ്പുലേഷൻ ലിമിറ്റ് ചെയ്യാനുള്ള ഓരോ ലോസും കാര്യങ്ങളും അവൈലബിലിറ്റീസും റീസേർച്ചും ഒക്കെ കൂട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ ഹ്യൂമൻ പോപ്പുലേഷൻ വരെ അങ്ങനെ നടക്കുന്നെങ്കിൽ ഈ അൺലിമിറ്റഡ് ഗ്രോത്ത് മോസ്റ്റ്ലി വെരി റെയർലി മാത്രമേ ഉണ്ടാവുള്ളൂ ആൻഡ് ഉണ്ടാവേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇൻ നേച്ചർ നമുക്കറിയാം ഒരു ഗിവൺ ഹാബിറ്റാറ്റിന് എങ്ങനെ ഒരു മാക്സിമം നമ്പർ വരെ സപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസേ ഉള്ളൂ. അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇപ്പൊ ജസ്റ്റ് 4 ആൾക്കാരുണ്ട്, ഒരു ഏർണിംഗ് മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഏർണിംഗ് മെമ്പറിന് ഏൺ ചെയ്യുന്ന എത്രയാ പൈസ എന്ന് വെച്ചാൽ അത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫ്ലേഷൻ ഉണ്ടാവാം, സ്റ്റിൽ അതൊരു ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കും. ആൻഡ് ആ ഒരു ഏർണിംഗ് മെമ്പർ വെച്ച് ആ ഫാമിലി ഓഫ് 4നെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും, അല്ലെങ്കിൽ പറ്റില്ല എന്നും വരും. അത് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്. ഇനി ആ ഒരു ഏർണിംഗ് മെമ്പർ വെച്ച് നമുക്ക് ഈ ആൾക്കാരെ കൂട്ടിക്കൊണ്ടേയിരുന്ന ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കറിയാം അതിനപ്പുറം അയാൾ ഏൺ ചെയ്യുന്നില്ല ടു സപ്പോർട്ട് മോർ ദൻ എ പെർട്ടിക്കുലർ നമ്പർ. ഒരു പെർട്ടിക്കുലർ നമ്പറിന് മേലെ ആൾക്കാരുടെ നീഡ്സ് നോക്കി നടത്താൻ അയാൾക്ക് പറ്റണമെന്നില്ല. സെയിം കേസ് കൺസിഡർ ചെയ്യാണെങ്കിൽ ഒരു ഗിവൺ ഹാബിറ്റാറ്റിൽ എത്ര റിസോഴ്സസ് ഉള്ളൂ? കുറച്ച് റിസോഴ്സസ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ളൂ ആൻഡ് അതിനൊരു മാക്സിമം പോസിബിൾ നമ്പർ വരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ബിയോണ്ട് വിച്ച് അതിനുശേഷം എങ്ങനെയാണ് നോ ഫർദർ ഗ്രോത്ത് ഇസ് പോസിബിൾ. അതായത് ഗ്രോത്ത് ഉണ്ടായാലും പതുക്കെ റിസോഴ്സസിന്റെ ലിമിറ്റഡ് എമൗണ്ട് കാരണം ഒരാളുടെ ഡെത്തോ അങ്ങനെയുള്ള കാര്യം ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം വരും. ഇനി അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ വിച്ച് ഇസ് ഗ്രോയിങ് ഇൻ എ ഹാബിറ്റാറ്റ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സിൽ കുറച്ചും കൂടി റിയാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ റിയൽ ആയിട്ട് കഴിഞ്ഞാൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ആൻഡ് ആ പോപ്പുലേഷന്റെ ഗ്രോത്ത് നമ്മൾ ഒരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെ കിട്ടും? ഒരു സിഗ്മോയിഡ് കർവ് കിട്ടുന്നു.
ആ സിഗ്മോയിഡ് കർവില് നമ്മൾ ഡിഫറെന്റ് ഫേസസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഫേസസ് ഉണ്ട്? ഫസ്റ്റ് ഒരു ലാഗ് ഫേസ് ഉണ്ടാവും, ഫോളോഡ് ബൈ നെക്സ്റ്റ് വരുന്ന ഫേസ് ഓഫ് ആക്സിലറേഷൻ, അത് കഴിഞ്ഞൊരു ഡീസിലറേഷൻ കാണും, ആൻഡ് ഫൈനലി ആൻഡ് ഏസിംപ്ടോട്ട്. ഏസിംപ്ടോട്ടിന്റെ സമയത്ത് എങ്ങനെയാ മാക്സിമം ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു ഹാബിറ്റാറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ നമ്പർ. ആ ക്യാരിയിങ് കപ്പാസിറ്റി വന്നാൽ അതിനപ്പുറം നമ്മുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യില്ല, അപ്പൊ ഒരു ഏസിംപ്ടോട്ടിൽ എത്തും, അതായത് ഒരു കോൺസ്റ്റന്റ് പോപ്പുലേഷൻ നമ്പറിൽ എത്തും. ഈ പോപ്പുലേഷൻ ഗ്രോത്തിന് നമ്മൾ എന്ത് പേരിൽ വിളിച്ചു? വേൾഹൂസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് വിളിച്ചു. അല്ല, അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ കണ്ടത് എങ്ങനെയാ? ഇക്വേഷനിൽ ആർ എൻ മാത്രമേ കണ്ടുള്ളൂ, ഡി എൻ ബൈ ഡി ടി ഈക്വൽസ് ആർ എന്നാണ് കണ്ടത്. ഇത് ഏത്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തില്. ഇവിടെ ലോജിസ്റ്റിക് ഗ്രോത്തില് ഇക്വേഷൻ ഡി എൻ ബൈ ഡി ടി ഈക്വൽസ് ആർ എൻ ഇൻറ്റു കെ മൈനസ് എൻ ബൈ കെ. ഈ കെയും എൻ എന്താണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും ഇൻ 2 minutes. അപ്പോ ഇതേ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും കൂടി എഴുതാം. ആർ എൻ ഓപ്ഷനിൽ കണ്ടാൽ ഓ ഇതല്ലല്ലോ മറ്റേതെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആവരുത്. 1 മൈനസ് എൻ ബൈ കെ എന്ന് എഴുതാം. ഇത് എന്തിനോട് ഈക്വൽ തന്നെയാണ്? കെ മൈനസ് എൻ ബൈ കെനോട് സെയിം തന്നെയാണ്. അപ്പൊ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷൻ കണ്ടു, അതിന്റെ വേറെ പേര് കണ്ടു, ആ കേർവിനെ എന്ത് വിളിച്ചു എന്ന് കണ്ടു. മറ്റടുത്ത് ജെ ഷേപ്പ് ആയിരുന്നു, ഇവിടെ സിഗ്മോയിഡ് ആയി. എൻ എന്താ നമുക്കറിയാം? പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം ടി. ഒരു ടി എന്ന് പറയുന്ന സമയത്ത് സർട്ടൻ ടൈം പീരിയഡിലെ പോപ്പുലേഷന്. ആർ നമ്മൾ ഓൾറെഡി കണ്ടു, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇൻ അസസിങ് ഇമ്പാക്ട്സ് ഓഫ് ബയോട്ടിക് അല്ലെങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സ് ഓൺ ദി പോപ്പുലേഷൻ ഗ്രോത്ത്. ആൻഡ് കെ ഫൈനലി എന്താണ്? ഇവിടെ ഒരു പുതിയ ടേം ലോജിസ്റ്റിക് ഗ്രോത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, അതാണ് കെ അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റിന്. ആ നമ്പറിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിച്ചത്. ഇനി മോർ റിയലിസ്റ്റിക് ആയിട്ട് ഏത് ഗ്രോത്ത് ആണെന്ന് ചോദിച്ചാൽ ഏത് പറയും? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലാണ് കൺസിഡേർഡ് ആസ് എ മോർ റിയലിസ്റ്റിക് വൺ. കാരണം എന്താ? നമുക്കറിയാം റിസോഴ്സസ് ഒരിക്കലും അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ഉള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല ഇൻ റിയൽ ലൈഫ്. ഇനി പോപ്പുലേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. ഞാൻ ഇതുവരെ പഠിപ്പിച്ചതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇക്വേഷൻ ആൻഡ് ആ ഗ്രോത്തിന്റെ എക്സാക്ട് ഷേപ്പ് സിഗ്മോയിഡ് ആണോ ജെ ഷേപ്ഡ് ആണോ എന്ന് അറിഞ്ഞിരിക്കുക. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും അറിഞ്ഞിരിക്കുക. കാരണം ക്വസ്റ്റിനിൽ തന്നെ ഓൾറെഡി ജോമെട്രിക് ഗ്രോത്ത് ഏതിലാണ് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നത്. കാരണം നമുക്കറിയാം എക്സ്പോണൻഷ്യലിനെ തന്നെയാണ് ജോമെട്രിക് എന്ന് വിളിക്കുന്നത്. കൂടുതലും ജോമെട്രിക് എന്ന് പറഞ്ഞ ഗ്രോത്തിന്റെ ആ ടേം നമ്മൾ ഇഗ്നോർ ചെയ്യും രണ്ടാമത് കൊടുത്തോണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ക്വസ്റ്റനിൽ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നത്. പിന്നെ ഇന്റഗ്രൽ ഫോം ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ ഏതാണ്? ആൻഡ് ഡിഫറെന്റ് ഫേസസ് ഓഫ് ഏത് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ അത് അറിഞ്ഞിരിക്കാം. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്തിനെ ആക്സസ് ചെയ്യാനാണെന്ന് അറിഞ്ഞിരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് മോഡൽ, ഈ ഇക്വേഷൻ ആൻഡ് ഈ ഡയഗ്രാം, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ കിടക്കാം ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞില്ല വാട്ട് ഇസ് ഡാർവീനിയൻ ഫിറ്റ്നസ്. ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ടേം എന്തിനാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡാർവീനിയൻ ഫിറ്റ്നസ് എങ്ങനെയായിരിക്കും? ഹൈ ആർ വാല്യൂ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ആർ എന്താണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതായത് അതിന് എത്രമാത്രം എല്ലാ ഫാക്ടേഴ്സും ഗിവൺ ആണെങ്കിൽ അൺലിമിറ്റഡ് അല്ല, എത്ര എല്ലാ ഫേവറബിൾ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് മാക്സിമം എത്ര ഇന്നേറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് ഫോർ നാച്ചുറൽ ഗ്രോത്ത്. അതിനാണ് നമ്മൾ ഡാർവീനിയൻ ഫിറ്റ്നസ് വിളിച്ചത്. ആൻഡ് അത് എന്താണ്? ഒരു ഓർഗനിസത്തിന്റെ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ്. അപ്പോ നമുക്കറിയാം എല്ലാവരുടെയും എല്ലാ ഓർഗനിസംസിന്റെയും ഫൈനൽ ഗോൾ അല്ലെങ്കിൽ എയിം എന്താ? റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്പർ കൂട്ടുക, സർവൈവ് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഒബ്വിയസ്ലി പോപ്പുലേഷൻ എങ്ങനെയാണ്? എവല്യൂഷൻ അണ്ടർഗോ ചെയ്യും ടു മാക്സിമൈസ് ദെയർ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. എന്തെങ്കിലും അൺഫേവറബിൾ സാധനങ്ങൾ മാക്സിമം ഫേവറബിളിലേക്ക് കൊണ്ടുവരാൻ ഡ്യൂ ടു സർക്കംസ്റ്റൻഷ്യൽ ഡിഫറൻസസ് കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും എവല്യൂഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ടേയിരിക്കും.
ആൻഡ് ഡാർവീനിയൻ ഫിറ്റ്നസ് എന്നാണ് അതിനെ നമ്മൾ വിളിച്ചത്. ഡാർവീനിയൻ ഫിറ്റ്നസ് എങ്ങനെയാണ്? ഹൈ ആർ വാല്യൂ ആണ്. ഇനി ചില സമയത്തുള്ള പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സെലക്ഷൻ പ്രഷേഴ്സിന്റെ താഴെ വരുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ പ്രഡേഷൻ പ്രഷർ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടീഷൻസ്, അല്ലെങ്കിൽ ആഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് എടുത്തു, ഇങ്ങനെ ഏതെങ്കിലും സെലക്ഷൻ കോസ് ചെയ്യുന്ന പ്രഷർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ ഓർഗാനിസംസ് എന്ത് ചെയ്യാൻ പറ്റും? മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. ഇനി അതിന്റെ ഭാഗമായിട്ട് ചില ഓർഗാനിസംസ് ബ്രീഡ് ഓൺലി വൺസ് ഇൻ ദർ ലൈഫ് ടൈം. ഫോർ എക്സാമ്പിൾ പാസിഫിക് സാൽമൺ ഫിഷ് അല്ലെങ്കിൽ ബാംബു ട്രീ എന്ന് പറയുന്ന കാര്യം ഓർഗാനിസംസ് എങ്ങനെയാണ്? ദേ ബ്രീഡ് ഓൺലി വൺസ് ഇൻ ദർ ലൈഫ് ടൈം. ഈ എക്സാമ്പിള് ഇതൊരു ടേം ആയിട്ട്, ഇതൊരു സെന്റൻസ് ആയിട്ട് ഐഡന്റിഫൈ ഇഫ് ഇറ്റ്സ് റൈറ്റ് ഓർ റോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസിഫിക് സാൽമൺ ഫിഷ് ബ്രീഡ് ഓൺലി വൺസ് ഇൻ ദ ലൈഫ് ടൈം. അത് ശരിയാണ് സെന്റൻസ് എന്ന് അറിഞ്ഞിരിക്കാനുള്ള ബോധം ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഈ സെന്റൻസ് ഒക്കെ പഠിച്ചു വെക്കണം. ആൻഡ് വൈൽ അതേഴ്സ് ബ്രീഡ് മെനി ടൈംസ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം. അതിന്റെ എക്സാമ്പിൾ എന്താ? മോസ്റ്റ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് മോസ്റ്റ്ലി എങ്ങനെയാണ്? പലതവണ ബ്രീഡ് ചെയ്യുന്ന ജീവികളാണ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ആണ്. ഇനി വേറെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ചില ഓർഗാനിസംസ് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിന്റെ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദേ പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ് സ്പ്രിങ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ അഗെയിൻ MCQ പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഓയിസ്റ്റേഴ്സ്, പെലാജിക് ഫിഷസ്. വൈൽ അതേഴ്സ് പ്രൊഡ്യൂസ് എ സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ്ഡ് ഓഫ് സ്പ്രിങ്. ഫോർ എക്സാമ്പിൾ നോർമലി നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മാമൽസ്, ബേർഡ്സ് എക്സെട്ര. ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യാൻ ആലോചിക്കുകയാണ് വിച്ച് ഇസ് ഡിസൈറബിൾ ഫോർ മാക്സിമൈസിങ് ഫിറ്റ്നസ് എന്നുള്ള ഒരു ഡൗട്ട് നമ്മൾ ഉള്ളിൽ വെക്കാണ്. അതിന്റെ ആൻസർ എന്തായിരിക്കും? അപ്പോ ഇക്കോളജിസ്റ്റ് കുറെ ഇക്കോളജി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്ത്? ലൈഫ് ഹിസ്റ്ററി ട്രേറ്റ്സ് ഓഫ് ഓർഗാനിസം. ലൈഫ് ഹിസ്റ്ററി ട്രേറ്റ് എന്ന് വെച്ചാൽ അതിന്റെ ദ ഹോൾ ലൈഫ് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിൽ അതിന്റെ ഗ്രോത്ത് കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട്, അതിന്റെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ലൈഫ് ഹിസ്റ്ററി ട്രേറ്റ്സ് ഇവോൾവ് ചെയ്യുന്നുണ്ട് ഇൻ റിലേഷൻ ടു ദി കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ബൈ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് കോമ്പണൻസ് ഓഫ് ദി ഹാബിറ്ററ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്, ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ലൈഫ് ഹിസ്റ്ററി തന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവര് ഏത് കേസിൽ പോയാലും ഇങ്ങനെ നടക്കുള്ളൂ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇതിന് ലഭിക്കുന്ന എബയോട്ടിക്കും ബയോട്ടിക്കും ആയിട്ടുള്ള കോമ്പണൻസ്, അതിന് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ്, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുക, അതിന്റെ ലൈഫ് ഹിസ്റ്ററി ട്രേറ്റ്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് എത്രത്തോളം കൺസ്ട്രെയിൻസ് കിട്ടുന്നോ അത്രത്തോളം എവല്യൂഷനുള്ള നീഡ് വരുന്നു, അപ്പൊ അത്രത്തോളം എവല്യൂഷൻ കൂടുന്നു. ഇനി തീരെ കൺസ്ട്രെയിൻസ് ഒന്നും കിട്ടാത്ത ഓർഗാനിസം ആണെങ്കിൽ, എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ അവരെങ്ങനെ ഇവോൾവ് ചെയ്യുകയില്ല, എവല്യൂഷന് നീഡില്ല. അപ്പൊ പിന്നെ ഇവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ലൈഫ് ഹിസ്റ്ററി വേരിയേഷനെ പറ്റിയുള്ള ജസ്റ്റ് ഒരു സമ്മറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഈ പാരഗ്രാഫിൽ വലിയ കാര്യത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊന്നുമില്ല. എന്താണ് ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് അറിഞ്ഞിരിക്കാം, ഈ ഇങ്ങനത്തെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കാം. ഈ ചാപ്റ്ററിലേക്ക് അടുത്തത് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്. പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ലിറ്ററലി നമുക്ക് എന്ത് മനസ്സിലാവും? വേർഡിന് പോപ്പുലേഷൻ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. ഒരു പോപ്പുലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അതായത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് പോപ്പുലേഷൻസ്. പോപ്പുലേഷന് വിത്തിനുള്ള ഇന്ററാക്ഷൻ, ഓർഗാനിസം തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ല, ഓരോ പോപ്പുലേഷൻ, അതായത് ഒരു ഗ്രൂപ്പ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ബിറ്റ്വീൻ ഡിഫറെന്റ് പോപ്പുലേഷൻസ്. അല്ലാതെ ഒരു പോപ്പുലേഷൻ കൺസിഡർ അതിന്റെ ഓർഗാനിസം തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ല പോപ്പുലേഷൻ ഇന്ററാക്ഷൻ. ഇനി അതില് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമുക്ക് പഠിക്കേണ്ട മെയിൻ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ആദ്യമേ പറയാം. പ്രഡേഷൻ, ഹെഡിങ് എന്താ? പോപ്പുലേഷൻ ഇന്ററാക്ഷൻ. predation,
കോമ്പറ്റിഷൻ, parasitism, commensalism, and finally mutualism. ഇനി ജസ്റ്റ് സമ്മറൈസ് ചെയ്തു പോയിന്റ്സ് ഏതൊക്കെയാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ. നമുക്ക് കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. അത് പ്രഡേഷൻ ആവാം, കോമ്പറ്റിഷൻ ആവാം, പാരസൈറ്റിസം ആവാം, അല്ലെങ്കിൽ കമൻസാലിസം ആവാം, ആൻഡ് ഇതും അല്ലെങ്കിൽ എന്താവാം മ്യൂച്വലിസവും ആവാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ആവശ്യകത എന്താണ് അതിന്റെ നീഡ് എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കറിയാം ഒരു പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദർ ഇസ് നോ സച്ച് ഹാബിറ്റാറ്റ്. എങ്ങനെയുള്ള ഹാബിറ്റാറ്റ് വിച്ച് ഇസ് ജസ്റ്റ് ഇൻഹാബിറ്റഡ് ബൈ എ സിംഗിൾ സ്പീഷീസ്. ഒരൊറ്റ സ്പീഷീസ് മാത്രമുള്ള ഹാബിറ്റാറ്റ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുകയില്ല. അപ്പോ എന്തായിരിക്കും? ഓബ്വിയസ്ലി ദർ ഇസ് എ നീഡ് ടു സ്റ്റഡി ഡിഫറെന്റ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്. ഇനി ഫോർ എനി സ്പീഷീസ്, ഏത് സ്പീഷീസ് എടുത്താലും മിനിമൽ റിക്വയർമെന്റ് ഇസ് വൺ മോർ സ്പീഷീസ് ഓൺ വിച്ച് ഇറ്റ് കൻ ഫീഡ്. നമുക്കറിയാം ബേസിക് എക്കോളജിന്റെ കേസസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മിനിമം എന്ത് വേണം ഒരു ഓർഗാനിസമിന്? അതിന്റെ റിസോഴ്സസ് വേണം ജീവിക്കാനില്ല. അതിലൊരു മെയിൻ ആയിട്ടുള്ള റിസോഴ്സ് എന്താണ്? ഫുഡ്. നമുക്കറിയാം ആനിമൽസ് എങ്ങനെയാണ്? കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് ആൻഡ് മറ്റ് ആനിമൽസിനെ തിന്ന് ജീവിക്കുന്ന ആനിമൽസ്. അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെന്നെ വേണം? മിനിമം ഒരു സ്പീഷീസ് എങ്കിലും വേണം ഓൺ വിച്ച് ഇറ്റ് കൻ ഫീഡ്. അതായത് ഫുഡ് ഒരു നെസസിറ്റിയാണ്, അതെങ്കിലും നെസസറി ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിട്ട് വന്നു. ഈവൻ പ്ലാന്റ് സ്പീഷീസ്, പ്ലാന്റ് സ്പീഷീസിന്റെ കേസ് നമ്മൾ എടുക്കാണ്. മറ്റുള്ള ആനിമൽസിനെ തിന്ന് ജീവിക്കാണെങ്കിലല്ലേ ആനിമൽസ് വേറൊരു സ്പീഷീസിന്റെ ആവശ്യമുള്ളൂ. പ്ലാന്റ് സ്പീഷീസിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് നമുക്ക് മനസ്സിലാവും. എന്താണ് പ്ലാന്റ് സ്പീഷീസ്? നമുക്കറിയാം അതിന്റെ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ് സ്വയം ഉണ്ടാക്കാം. പക്ഷെ സ്റ്റിൽ അവർക്ക് ലോൺ സർവൈവൽ ഇസ് ഇമ്പോസിബിൾ. കാരണം എന്താ? നമുക്കറിയാം പ്ലാന്റ് സ്പീഷീസിന് ഓർഗാനിസംസ് പ്ലാന്റ് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തതും പ്ലാന്റ് സ്പീഷീസ് ഡിപ്പെൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ള വേരിയസ് ഓർഗാനിസംസ് ഉണ്ട്. ലൈക്ക് സോയിൽ മൈക്രോബ്സ്. നമുക്കറിയാം പ്ലാന്റ്സ് എടുക്കുന്ന ന്യൂട്രിയൻസ് ഫ്രം ദി സോയിൽ, ആ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിന്? ഈസി അബ്സോർപ്ഷന്. ആൻഡ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ സോയിൽ മൈക്രോബ്സ് ഉണ്ട്. അപ്പൊ ഈവൻ എ പ്ലാന്റ് സ്പീഷീസ് വിച്ച് കൻ മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്, ഒരു മറ്റ് സ്പീഷിയും കൂടി ആവശ്യമുണ്ട് ഫോർ ഇറ്റ്സ് സർവൈവൽ. അത് ഫുഡിന്റെ കേസ് ഇട്ടു. ഈ പ്ലാന്റ് സ്പീഷീസ് സ്വന്തം ഫുഡ് ഉണ്ടാക്കും, പക്ഷെ റീപ്രൊഡക്ഷൻ ചില പ്ലാന്റ് സ്പീഷീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സ്റ്റേണൽ പോളിനേറ്റിംഗ് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ പോളിനേഷൻ മാനേജ് ചെയ്യാനും ഒരു എക്സ്റ്റേണൽ ഏജന്റ് വേണം. അപ്പൊ വിതൗട്ട് എൻ ആനിമൽ ഏജന്റ് അല്ലെങ്കിൽ മറ്റുള്ളൊരു ഏജന്റ് ഇല്ലാണ്ട് എന്ത് പറ്റില്ല? ഈ പോളിനേഷൻ അതായത് റീപ്രൊഡക്ഷനും നടക്കില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നേച്ചറിലെ ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും മൈക്രോബ്സ് ആയാലും എത്ര സെൽഫ് സഫീഷ്യന്റ് ആണെന്ന് പറഞ്ഞാലും ഒരു സിംഗിൾ സ്പീഷീസിന്റെ ഹാബിറ്റാറ്റ് ഇസ് ലിറ്ററലി ഇംപോസിബിൾ. അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ദേ കനോട്ട് ലിവ് ഇൻ ഐസൊലേഷൻ, ബട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട നീഡ് അല്ലെങ്കിൽ നെസസിറ്റി ഉണ്ട്? ഇന്ററാക്ട് ഇൻ വേരിയസ് വേസ് ടു ഫോം എ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. എത്ര ചെറിയ കമ്മ്യൂണിറ്റി ആണോ, എത്ര വലിയ കമ്മ്യൂണിറ്റി ആണോ, ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓഫ് കമ്മ്യൂണിറ്റി, എത്രത്തോളം വലുതാണോ ചെറുതാണോ, സ്റ്റിൽ ഈവൻ ഇൻ മിനിമൽ കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് കുറെ ഇന്ററാക്റ്റീവ് ലിങ്കേജസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ. ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നു? ഫ്രം ദി ഇന്ററാക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഓഫ് ടു ഡിഫറെന്റ് സ്പീഷീസ്. അതാ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ്. ഇവര് ഈ ഇന്റർ സ്പെസിഫിക് ആണ് ഇന്ററാക്ഷൻ ചില സമയം ബെനിഫിഷ്യൽ ആവാം. നമ്മൾ ഇത്രയും നേരം ഈ ന്യൂട്രിയന്റ് എടുക്കുന്നതായാലും പോളിനേഷൻ ആയാലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ് കണ്ടത്. പക്ഷെ അവർക്ക് എന്തും കൂടി ആവാം. ദേ കുഡ് ബി ബെനിഫിഷ്യൽ, ഡെട്രിമെന്റൽ ഓർ ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് വെച്ചാൽ ഹാർമുള്ള ബെനിഫിറ്റുള്ള, സ്റ്റിൽ അവരെങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. ഇനി ഈ ബെനിഫിഷ്യൽ ഇന്ററാക്ഷന് നമ്മൾ എന്ത് വെച്ച് ടേം ചെയ്യുന്നു? ഒരു പോസിറ്റീവ് സൈൻ വെച്ച്, ആൻഡ് നെഗറ്റീവ് സൈൻ ഫോർ ഡെട്രിമെന്റൽ ആൻഡ് 0 ഫോർ ന്യൂട്രൽ ഇന്ററാക്ഷൻ. നമുക്ക് ബാക്കിയുള്ള പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഈ പോപ്പുലേഷൻ ഇന്ററാക്ഷനിലാണ് നമ്മൾ എന്തൊക്കെ പഠിക്കണം? മ്യൂച്വലിസം, കോമ്പറ്റിഷൻ, പ്രഡേഷൻ, പാരസിറ്റിസം, കമൻസലിസം ആൻഡ് അമൻസലിസം. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പഠിക്കാൻ പോവാണ്. ആൻഡ് നമ്മൾ ഒരു മിനിമൽ കമ്മ്യൂണിറ്റിയിൽ മിനിമം 2 സ്പീഷീസ് എങ്കിലും വേണം. ആൻഡ് ഈ സ്പീഷീസ് തമ്മിൽ എങ്ങനെയാണ്
ആ ഇന്ററാക്ഷൻ മ്യൂച്വലിസം ആണെങ്കിൽ, അതായത് അവർ മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അതില് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ സ്പീഷീസ് എക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആണ്, സ്പീഷീസ് ബിക്ക് എങ്ങനെയാണ് അതും ബെനിഫിഷ്യൽ ആണ്. ഈ ടേബിൾ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഏത് എന്ത് വില കൊടുത്താലും അറിഞ്ഞിരിക്കണം. അപ്പൊ മ്യൂച്വലിസത്തിന് രണ്ടും ബെനിഫിഷ്യൽ ആണ്. കോമ്പറ്റിഷൻ എങ്ങനെയാണ്? കോമ്പറ്റിഷൻ രണ്ടുപേർക്കും നെഗറ്റീവ് ആണ്. ഈ കോമ്പറ്റിഷനും മിക്കവരും തെറ്റി എന്ന് ചിന്തിക്കും, ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ് എന്ന് ചിന്തിക്കാം. പക്ഷെ എങ്ങനെയാണ്? കോമ്പറ്റിഷനിൽ രണ്ടും നെഗറ്റീവ് ആണ്. അതായത് രണ്ട് സ്പീഷീസിനും ഡെട്രിമെന്റൽ എഫക്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് പ്രഡേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം, ഒരാള് മറ്റൊരാളെ ഫുഡ് ആക്കുന്നു. അപ്പൊ ഫുഡ് കിട്ടുന്ന ആൾക്ക് അതൊരു പോസിറ്റീവ് ബെനിഫിഷ്യൽ കാര്യമാണ്. മറ്റേ ചത്തുപോകുന്ന കിൽഡ് ആവുന്ന ഓർഗാനിസം അതെങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഫോർ സ്പീഷീസ് എ, നെഗറ്റീവ് ഫോർ സ്പീഷീസ് ബി. പാരസിറ്റിസം എങ്ങനെയാണ്? ഓൾമോസ്റ്റ് ലൈക്ക് പ്രഡേഷൻ. അങ്ങനെ ഒരു സ്പീഷീസിന് പാരസിറ്റ് ആയതുകൊണ്ട് അതിന് ഒരു പണിയെടുക്കാണ്ട് ന്യൂട്രീഷൻ കിട്ടുന്നു. പക്ഷെ ആ ന്യൂട്രീഷൻ ലൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സ്പീഷീസിന് അത് നെഗറ്റീവ് അല്ലെങ്കിൽ ഡെട്രിമെന്റൽ എഫക്ട് ആണ് ചെയ്യുന്നത്. കമൻസലിസം ഒരു സ്പീഷീസിന് പോസിറ്റീവ്, മറ്റേതിന് ന്യൂട്രൽ, ഗുണവുമില്ല ദോഷവുമില്ല. സ്പീഷീസ് എ അതിന് ഗുണം ചെയ്യുന്നില്ല ദോഷം ചെയ്യുന്നില്ല, അപ്പൊ അത് ന്യൂട്രൽ. ഇനി അമെൻസാലിസം എങ്ങനെയാണ്? ഒരു സ്പീഷീസിന് നെഗറ്റീവ് അതായത് ഡെട്രിമെന്റലും മറ്റേതിന് ന്യൂട്രൽ എഫക്റ്റും ആണ് ഉണ്ടാകുന്നത്. ഇത്രയും പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ആണ് നമുക്ക് ഡിഫറെന്റ് പോപ്പുലേഷനിൽ കാണാൻ പറ്റുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി ഒരു പാർട്ട് 3 കൂടി ഉണ്ടാവും. അതിൽ നമുക്ക് 1 by 1 ഈ ഓരോ ടേംസും നമ്മൾ എലാബറേറ്റ് ചെയ്യും ആൻഡ് നമ്മൾ NCERT ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.